ഓൺ ദ സ്പോട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സബാൻ. ഓടും രാജ ആടും റാണി, പേര് പോലെ തന്നെ പേര് ഭയങ്കര വ്യത്യസ്തമാണല്ലേ. അപ്പോൾ ഇന്ന് ഓൺ ദ സ്പോട്ടിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പടത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. പിന്നെ വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് ഈ പടത്തിൻ്റെ നായിക എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുന്ന അമ്പിളിച്ചേട്ടൻ്റെ മോളാണ് ലക്ഷ്മി. നമുക്ക് ഭയങ്കര ഇതാണ്, കാരണം അമ്പിളിച്ചേട്ടൻ എന്താ എന്ന് തിരിച്ചു വരും, നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിങ്ങനെ എന്താണ് കണ്ണും നട്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പ്രേക്ഷകർ. പക്ഷേ അമ്പിളിച്ചേട്ടൻ്റെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ലക്ഷ്മി വന്നിരിക്കുകയാണ്. നമുക്ക് ലക്ഷ്മിയിൽ നിന്ന് തുടങ്ങാം പടത്തിൻ്റെ വിശേഷങ്ങൾ. ലക്ഷ്മി, ഹായ് സബാൻ. എനിക്ക് ഏറ്റവും ശരി വന്നതെന്ന് വെച്ചാൽ ഞാനും ഈ ആങ്കർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം ഓരോ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഭയങ്കര അച്ചടി ഭാഷയിലൊക്കെയാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷെ വെരി ഹാപ്പി, എന്നെ പോലെ സംസാരിക്കുന്ന ഒരാളെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ. അത് പറയാൻ പറ്റുമോ, ലക്ഷ്മി ഒരു ആങ്കറും കൂടിയാണ്, നമ്മുടെ ആ ഒരു ഗണത്തിലൊക്കെ പെടുന്ന ആൾക്കാരാണ്. അതെ, അതുകൊണ്ട് നമ്മളെ പോലെ ആങ്കർ ചെയ്യുന്ന ആൾക്കാർ വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. എന്തായാലും ലക്ഷ്മി, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് പടം? എൻ്റെ ഫസ്റ്റ് പടം ആക്ച്വലി വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ കള്ളനാണ്. ഫാസിൽ മുഹമ്മദ് ഡയറക്ഷൻ, കലവൂർ രവിചാൻ്റെ സ്ക്രിപ്റ്റ് ആണ്. ഇതെന്നെ ആക്ച്വലി രണ്ടാമത്തെ സിനിമയാണ്. പക്ഷേ റിലീസ് ആവുന്ന എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അത് ഭയങ്കര ഒരു കാര്യം തന്നെ. കാരണം എനിക്ക് തോന്നുന്നത് ലക്ഷ്മിക്ക് അഭിനയത്തിന്റെ കലകളൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മുടെ ജഗതിച്ചേട്ടൻ്റെ മോളെന്ന് പറയുമ്പോൾ, ജഗതിസാറിന്റെ മോളെന്ന് പറയുമ്പോൾ തന്നെ പിന്നെ വേറൊന്നും പറയാനില്ല, അതിനപ്പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അല്ലേ ലക്ഷ്മി? എന്നെ പൊക്കി എന്റെ തല ഇവിടെ ഇടിക്കുന്നുള്ള ടെൻഷനിലാണ്. അതെ, ലക്ഷ്മിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല പൊക്കണേ, ജഗതിച്ചേട്ടനുള്ള ഇഷ്ടം കൊണ്ടാ. അതെനിക്കറിയാം. ജബാൻ ഇനി എന്നോട് ഇഷ്ടം കൊണ്ടാ പൊക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നാളെ ഫേസ്ബുക്കിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വരും. സത്യമായിട്ടും. പിന്നെ ലക്ഷ്മി പടത്തിലേക്ക് വരും. ഓടും രാജ ആടും റാണി. ആടും റാണി ലക്ഷ്മിയാണോ? ആടും റാണി ആക്ച്വലി ഞാനല്ല, അത് മണിച്ചേട്ടനാണ്. ഓടും രാജ ആടും റാണി ചിലപ്പോൾ സിനിമയിലെ രണ്ട് നായികമാരാണ്, പക്ഷെ ഒന്ന് ഞാനും ഒന്ന് മണിച്ചേട്ടനുമാണ്. ഒരു ട്രാൻസ്ജെൻഡർ സ്റ്റോറിയാണ് ആക്ച്വലി ഫുൾ സിനിമ പറയുന്നത്. അതുകൊണ്ട് അത്ര സീരിയസ് ആയിട്ടൊരു ടോപ്പിക്, വളരെ എന്താ പറയാ, വളരെ സീരിയസ് ആയിട്ട് ടോപ്പിക് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഓടും രാജ. ചിരിപ്പിക്കും, ആവശ്യത്തിന് കോമഡിയും ഉണ്ട്, ആവശ്യത്തിന് സീരിയസ്നെസ് ഉണ്ട്. കാരണം ലക്ഷ്മി എപ്പോഴും ചിരിച്ചു നടക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? ബേബി എന്നെ ക്ലോസ് ആയിട്ട് അറിയാന്നുള്ളൊരു ആ സിനിമ കാണുമ്പോൾ ദൈവമേ ഇതിന് ഇത്രയും മെച്യൂരിറ്റി ആണ്, ഇത്രയും എന്താ പറയാ ബോൾഡ് ആവാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് വരും. ഞാൻ ഓൾറെഡി കേട്ടത്. കാരണം ലക്ഷ്മി പ്രായത്തിൽ കവിഞ്ഞ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതെ, പ്രായത്തിൽ കവിഞ്ഞൊരു ബോൾഡ്നെസ് ഉള്ള ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഈ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഈ ക്യാരക്ടറിന്റെ പേര് മാല എന്നാണ്. മാല ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അതായത് ഐ ഡോണ്ട് കെയർ എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ ആരെങ്കിലും നോക്കിയാൽ തിരിഞ്ഞൊന്ന് പോള പറ്റി ആ ഒരു സ്റ്റൈൽ, ആ ഒരു റേഞ്ച് ഓഫ് ആളാണ്. പക്ഷേ ഇവിടെ പുള്ളിക്കാരി ഒരു കംപ്ലീറ്റ് ആണും അതുപോലെ തന്നെ ഒരു ഷീമേൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിൻ്റെ ഒപ്പം രണ്ടുപേരെയും പുള്ളിക്കാരെ ഒരേ സമയം ഹാൻഡിൽ ചെയ്യാണ്. അപ്പം അത്രയും മെച്യൂരിറ്റി ഉള്ളൊരു ക്യാരക്ടറാണ് മാല. അപ്പം ഇതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി ജീവിതത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല എന്നാണ്. ജീവിതത്തിൽ കമന്റ് അടിച്ച ഒന്ന് പോയവിടെ നമുക്കറിഞ്ഞൂടെ, കമന്റ് അടിച്ച അപ്പൊ കമന്റ് അടിച്ചാലൊക്കെ സിനിമയിൽ ചിലപ്പോ പോടാന്ന് പറയും, ഒറിജിനൽ ചിലപ്പോ ഓടിച്ചിട്ടടിക്കും. ആ ഒരു ഡിഫറൻസ് ചിലപ്പോ വരും. അപ്പൊ ജീവിതത്തിലും ചെറിയൊരു സീരിയസ്നെസ് ഉണ്ട്, ലൈഫിലും സീരിയസ്നെസ് ഉണ്ട്. അപ്പം അഭിനയിക്കുന്ന ആവശ്യം വന്നതാണല്ലോ. അയ്യോ, അത് വിജുവേട്ടൻ അല്ലെങ്കിൽ ടിനി ചേട്ടൻ അവരോട് ചോദിക്കണം. എന്തായാലും അവരുടെ, കാരണം ഞാൻ ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയെ കുറിച്ച് കേട്ടപ്പോൾ ഭയങ്കര രസകരമായിട്ടാണ് അവരൊക്കെ പറയുന്നത്. അവർ പറഞ്ഞ് ലക്ഷ്മിയോട് ഒന്നും പറയണ്ട, ജഗതിച്ചേട്ടൻ്റെ ആ ഒരു ബ്ലഡിന്റെ ഗുണം അതുപോലെ പകർന്നു കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അല്ലേന്ന് എന്നോട് ചോദിച്ചാ പടം അവര് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പ്രയോഗിച്ച് കാണുമ്പോൾ എന്ത് തോന്നി സ്വന്തമായിട്ട്? ഇപ്പം എല്ലാ മൂവീസിലും ഓൺ ദ സ്പോട്ട് എഡിറ്റിംഗ് ആണല്ലോ, റഫ് എഡിറ്റിംഗ് നടക്കുമല്ലോ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ അപ്പൊ എനിക്ക് ഇത്രയും മെച്ചോർഡ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും, എനിക്കും അഭിനയിക്കാനൊക്കെ പറ്റും. അത് ഞാൻ പറഞ്ഞു. ശരിക്കും ലക്ഷ്മിക്ക് ഒരു ടെൻഷൻ ഇല്ലായിരുന്നു? ടെൻഷൻ ഇല്ലാന്ന് വെച്ചാൽ ആവശ്യത്തിലേറെ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയും ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ ഒട്ടുമേ എൻ്റെ ക്യാരക്ടർ പോലും അല്ല. ബിക്കോസ് ഞാൻ ഫുൾ ടൈം ടോക്കിംഗ് അങ്ങനെയാണ്. അപ്പോൾ അത്രയും സീരിയസ്നെസ് ഉള്ള ക്യാരക്ടർ എങ്ങനെ ചെയ്യും, അതും എന്താ പറയുക, ഒരു ട്രാൻസ്ജെൻഡറിനെയും ഒപ്പം ഒരു ആണിനെയും ഒരേ സമയം നോക്കി നടത്തുന്ന അത്രയും ബോൾഡായിട്ടൊരു ക്യാരക്ടർ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു. മണിച്ചേട്ടനോട് സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മണിച്ചേട്ടാ എനിക്കിതൊരു ചാലഞ്ച് ആണല്ലോ. അപ്പം മണിച്ചേട്ടൻ ചാലഞ്ചായിട്ട് തന്നെ എടുക്കുക. അപ്പം ഷൂട്ട് സമയം ഇപ്പം മണിച്ചേട്ടനാണല്ലോ സ്ക്രിപ്റ്റ്. അപ്പം മണിച്ചേട്ടൻ വന്നിരുന്ന് പറയും, ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്ത് നോക്ക്,
നീ സെറ്റിൽ വരുമ്പോൾ ഇത്തിരി സംസാരിക്കണ്ട, ഇത്തിരി ആ ഒരു ക്യാരക്ടർ ആവാൻ നോക്ക്, അതെ. ഇത്തിരി ബോൾഡായി നിൽക്ക്, സംസാരമൊക്കെ കുറയ്ക്ക്, അങ്ങനെയൊക്കെ പറയും. ബുദ്ധിമുട്ടിക്കാണ് അല്ലേ? പക്ഷെ എന്നാലും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് അറിയാന്നുള്ളതാണ്. എനിവേ എന്തായാലും പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? 2 പാട്ടുകളുണ്ട്, രണ്ടിലും ഉണ്ടോ? ഞാനതിൽ ഒരു പാട്ടിലേ ഉള്ളൂ. ഒരു പാട്ടിലേ ഉള്ളൂ. പക്ഷെ ആ പാട്ടെല്ലാം കട്ട് ഷോട്ട്സ് ആണ്, അതായത് സീൻസ് തന്നെയാണ്. പക്ഷെ അതെല്ലാം ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള സീൻസ് ആണ്, വളരെ ഫണ്ണി ആയിട്ടുള്ള സീൻസ് ആണ്. ആരിലും എന്തെങ്കിലും ചോദിച്ചു ലക്ഷ്മിയോട്, ഇപ്പം എന്താണ് ഇപ്പം ജഗതി അമ്പിളിച്ചേട്ടൻ്റെ മകളല്ലേ, അപ്പം അച്ഛൻ്റെ പേര് കളയോ, അങ്ങനെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? ആരും അങ്ങനെ എന്തെങ്കിലും പറയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്? അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവർക്കൊരു എക്സ്പെക്ടേഷൻ കാണും, ഇന്നയാളുടെ മോൾ അഭിനയിക്കാൻ പോകുന്നു, അപ്പൊ എത്രമാത്രം വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടെൻഷൻ എനിക്കും ഉണ്ട്. അതിനെ ഔട്ട് വന്ന് പ്രേക്ഷകരെ കണ്ട് അവര് മനസ്സിലാക്കും. പിന്നെ എനിക്ക് ലക്ഷ്മി എല്ലാവർക്കും അറിയാലോ, ഓൾറെഡി TV വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിന്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ട് അല്ലേ? അത് ശരിയാ. എന്തെങ്കിലും പ്രോഗ്രാംസ് ഏതെങ്കിലും ചാനൽ ഏതെങ്കിലും ചാനൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഒരു പുതുമുഖം എന്നുള്ള സംഭവങ്ങളൊന്നുമില്ല അല്ലേ? ഓൾറെഡി കാണുന്ന ഒരു ഫേസ് ആണ്. പിന്നെ നമുക്കൊരു ജഗതിച്ചേട്ടൻ്റെ മോളായതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ച് പിടിക്കില്ലേ എന്നൊരു സംശയമുണ്ട്. പക്ഷെ പടം കണ്ടു നോക്കിയോ ഉറപ്പായിട്ട് പിടിച്ചിട്ടുണ്ട്, ആ ഒരു റേഞ്ചിനൊത്തു തന്നെ അല്ലേ? ഓക്കെ, നമുക്ക് ബാക്കിയുള്ള പടത്തിന്റെ വിഷയം എവിടെയൊക്കെയായിരുന്നു ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ? ലൊക്കേഷനൊക്കെ പാലക്കാടായിരുന്നു, പ്രോപ്പർ പാലക്കാടും നെന്മാറ അങ്ങനത്തെ സ്ഥലത്തായിരുന്നു ലൊക്കേഷൻസ്. പക്ഷെ പാലക്കാട് അവിടെ തന്നെയാണ്. ചിനിച്ചേട്ടനായിട്ടുള്ള ഒരു അഭിനയത്തിന്റെ ഒരു കമ്പാരിസൺ ഒന്ന് പറയാം. അയ്യോ, ഇവിടെ ഇല്ല, പറഞ്ഞു. എനിക്ക് ധൈര്യമായിട്ട് പറയാം. ടിനിച്ചേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി ടിനിച്ചേട്ടൻ റിഹേഴ്സലിന്റെ സമയം പോലും ചിലപ്പോൾ കോമഡി അടിച്ച് നിന്നിട്ട് സീൻ വരുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ആവുന്ന ഒരാളാണ്. പക്ഷെ അവരോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എങ്ങനെ ഓൺ ദ സ്പോട്ട് കോമഡി ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ സ്പോണ്ടേനിയസ് ആവാം എന്നൊക്കെ പഠിക്കാൻ പറ്റും. ഓബിയസ്ലി യെസ്. ഇത്ര ബോൾഡായിട്ടൊരു ക്യാരക്ടർ ടിനിച്ചേട്ടനും മണിച്ചേട്ടനും ഒപ്പം സപ്പോർട്ട് ചെയ്യും. ഈവൻ വിജുവേട്ടൻ, ഡയറക്ടർ വിജുവേട്ടൻ പോലും അത്ര സപ്പോർട്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഒരു ഫീമെയിലായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എപ്പോഴും നേരിടുന്നുണ്ടോ? തീർച്ചയായും. എനിക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന പലരും ഇപ്പം എൻ്റെ കൂടെ വരുന്ന ഞാൻ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോറോവർ ഈ ഒരു സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് അവരോട് റെസ്പെക്ട് അല്ലെങ്കിൽ അവരോടുള്ള ഇഷ്ടം കൂടി എന്ന് എനിക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പലരും ഇപ്പൊ അവരെ കളിയാക്കുമ്പോൾ ഞാൻ തന്നെ പറയും, എന്തിനാ കളിയാക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഞാനും ചിലപ്പോൾ പണ്ട് കളിയാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ ഒരു സിനിമ ചെയ്ത് അവരുടെ ലൈഫ് കുറെ അറിഞ്ഞതിന് ശേഷം, അതുപോലത്തെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിന് ശേഷം എനിക്കിപ്പോ അവരെ കളിയാക്കാൻ തോന്നാറില്ല. എനിക്ക് അവരോട് ബഹുമാനമാണ്. അവര് മനഃപൂർവ്വം അങ്ങനെ ആവുന്നല്ലോ, ദൈവത്തിന്റെ ഒരു ഇതാണ്. അപ്പൊ നമ്മള് കളിയാക്കിയിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ ഒരു കളികളാണല്ലോ നമ്മളും. തീർച്ചയായും. എന്തായാലും ലക്ഷ്മി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പടം വലിയൊരു വിജയമാകട്ടെ. ഇനിയും ഇങ്ങനെ പടങ്ങളുടെ ഒരു നിര തന്നെ ലക്ഷ്മി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം എന്നെ ആങ്കർ ചെയ്യുന്ന ആളും ഒരു അപ്കമിങ് സ്റ്റാർ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ വഞ്ചിയിൽ സഞ്ചരിക്കുന്നവരാണ്. സബാനും ഇനി ഒരുപാട് ഓഫേഴ്സ് വരട്ടെ. സബാന്റെ തമിഴ് മൂവി നല്ലൊരു ബ്രേക്ക് ആവട്ടെ സബാനും. ഓക്കെ, അപ്പൊ ലക്ഷ്മി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പടം വലിയൊരു ഹിറ്റ് ആവട്ടെ. ഓക്കെ, താങ്ക് യു ലക്ഷ്മി. താങ്ക് യു.